ചേട്ടാ ഈ ചേട്ടൻ എപ്പോഴാണ് പിന്നെ ഈ സ്ത്രീയെ എവിടെ നിന്നാണ് ഓട്ടോ കയറ്റിയത്? ശരി ശരി. ഇവര് എങ്ങനെയായിരുന്നു? കുട്ടിയോടൊപ്പം തന്നെയായിരുന്നോ? കുട്ടി ഉണ്ടായില്ല, കുട്ടി ഉണ്ടായില്ല. ആള് ഒറ്റയ്ക്ക് മാത്രമേ ഉണ്ടായുള്ളൂ. ഇവരുടെ മുഖത്ത് എന്തെങ്കിലും പരിഭ്രമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ചെറിയൊരു ഇതുണ്ടായിരുന്നു, അപ്പോൾ നമ്മളത് ശ്രദ്ധിച്ചില്ല. അതായത് ഈ കുറുമശ്ശേരിയിൽ നിന്ന് എങ്ങോട്ടേക്കാ? മാക്കോലിത്താഴം, അപ്പോൾ അവിടുന്ന് 1 കിലോമീറ്റർ. അപ്പോൾ ഇവിടെ ഈ കുട്ടിയുടെ അമ്മ വന്നിട്ടുണ്ടോ? കുട്ടിയുടെ അമ്മ ഇവിടെ വന്നിറങ്ങിയെന്ന് പറയണേ. അവിടെ CCTVയിൽ ഇപ്പം നോക്കി, CC ക്യാമറയിൽ അവിടെ മൂഴിക്കുളം ജംഗ്ഷനിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട് കൊച്ചിയായിട്ട്. അന്നേരം കുട്ടി ഉണ്ടായിരുന്നു. അതായത് മൂഴിക്കുളം ജംഗ്ഷനിൽ ഇറങ്ങുമ്പോൾ കുട്ടി ഉണ്ടായിരുന്നു. അത് എത്ര മണിക്ക് ഏതാണ്ട്? അത് എപ്പോഴാണെന്ന് അറിയില്ല എനിക്ക്. ഞാൻ കുറുമശ്ശേരിയിലെ വണ്ടി ഓടിക്കണേ. എന്നിട്ട് അവിടുന്ന് ഇങ്ങോട്ടേക്ക് വന്ന എങ്ങനെയാണെന്ന് അറിയാവോ? അങ്ങോട്ടേക്ക് ഏതോ കാലുവണ്ടിക്ക് ഓട്ടോറിക്ഷയ്ക്ക് പോയെന്ന് തോന്നണേ. ഈ പാലം ഭാഗത്തേക്ക് അങ്ങനെ വന്നറിയില്ല. അത് നടക്കാനുള്ള വഴിയുള്ളൂ അങ്ങോട്ട്. അതായത് ഈ കുറുമശ്ശേരി എന്ന് പറഞ്ഞാൽ ഈ യുവതിയുടെ വീട്ടിൽ നിന്ന് ഈ പാലത്തിലേക്ക് എത്ര ദൂരം ഉണ്ടാവും? 6 കിലോമീറ്റർ. അത് അവിടെ നിന്ന് ഇങ്ങോട്ട് മൂഴിക്കുളത്ത് നിന്ന് ഇങ്ങനെ ഒരു നിസ്സാര വഴിയുള്ളൂ, 200 മീറ്റർ ഉള്ളൂ. എന്നിട്ട് അതിനുശേഷം തിരിച്ച് അവിടെ തന്നെ എത്തി, തിരിച്ച് കുറുമശ്ശേരിയിലെത്തി. ഇവിടുന്ന് ഏതോ വണ്ടിക്ക് കുറുമശ്ശേരിയിൽ വന്ന് ഇറങ്ങിയിട്ട് എൻ്റെ വണ്ടി ഒഴിച്ച് വീട്ടിലേക്ക് പോയി. മാക്കോലിത്താഴം 1 കിലോമീറ്റർ ഉള്ളവർ. എന്തെങ്കിലും സംസാരിച്ചിരുന്നോ? ഒന്നും പറഞ്ഞില്ല. മാക്കോലിത്താഴം കൊണ്ടാക്കാമെന്ന് വെച്ച് ശരി കയറിക്കോളാൻ പറഞ്ഞ് ഞാനവിടെ കൊണ്ടാക്കി. എത്ര മണിക്ക് ഏതാണ്ട് അവിടെ കൊണ്ടാക്കി? 7 ഉണ്ടാവും. 7:30 ആകുമ്പം ഈ യുവതിയുടെ വീട്ടിൽ കൊണ്ടാക്കി. അപ്പം മറ്റ് ഒന്നും സംസാരിച്ചൊന്നുമില്ല? ഇല്ല, പൈസ ഒന്നും അവർ ഇറങ്ങിപ്പോയി. ഈ നേരത്തെ പരിചയമുണ്ടോ അവരെ? ഞാൻ അറിയും, കണ്ടിട്ടുണ്ട്. അവിടെയുള്ള വീട് അവിടെയാണ്, കുറുമശ്ശേരിയിലെ വീട് ആളുടെ. ഈ കുട്ടി ഉണ്ടായിരുന്നു സമയത്ത്? ഇല്ല, അന്നേരം കുട്ടിയില്ല. ഈ ആള് മാത്രമേ വന്നത്. ഈ അമ്മയുടെ മുഖത്ത് ആ സമയത്ത് എന്തെങ്കിലും പരിഭ്രമോ വെപ്രാളമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? അങ്ങനെ നമ്മൾ ശ്രദ്ധിച്ചില്ല. ആള് വന്ന് വണ്ടി വിളിച്ചു, നമ്മൾ പോയി. സ്ഥിരമായി കാണുന്ന ഒരാളാണ് ഈ അമ്മ? ഇല്ല, ഇവിടെ കല്യാണം കഴിച്ചത് അവിടെ തിരുവാങ്കുളത്തല്ലേ. അവിടെ ഈ പാലത്തിന്റെ ഭാഗത്തേക്ക് എപ്പോൾ വന്നു എന്നാണ് ഇവിടെയുള്ളവർ പറയുന്നത് ഏതാണ്ട്? അയ്യോ, അതെനിക്കറിയില്ല കേട്ടോ. ഞാൻ ഇവിടെ CCTVയിൽ ഇവിടെ വന്ന് ഇറങ്ങിയതായിട്ട് കണ്ടതായിട്ട്. അതായത് ഈ കുറുമശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഓട്ടോ പിടിച്ചിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു 1.5 കിലോമീറ്റർ കുറുമശ്ശേരി നിങ്ങോട്ട് മൂഴിക്കുളം, അത്രേ ഉള്ളൂ. ഇവര് വഴിയിൽ വെച്ച് ഓട്ടോ വിളിക്കുകയായിരുന്നു നിങ്ങളെ? അല്ല, സ്റ്റാൻഡിൽ വന്ന് വിളിച്ചത്. സ്റ്റാൻഡിൽ വന്നാണ് വിളിച്ചത്? സ്റ്റാൻഡിൽ വന്ന് വിളിച്ചത്. 7 ഉണ്ടാവും. ഇപ്പോൾ ഈ കുറുമശ്ശേരി ഭാഗത്ത് ഈ ഒരു അമ്മയെ നിന്ന് കൊണ്ടുവിട്ട ഓട്ടോ ഡ്രൈവറാണ് ഇത്. ഇപ്പോൾ ഈ പാലത്തിൻ്റെ അടുത്തേക്ക് ഈ യുവതി കുട്ടിയുമായി എത്തിയിട്ടുണ്ട് എന്നൊരു മൊഴിയാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പാലത്തിൻ്റെ ഭാഗത്തും അതോടൊപ്പം തന്നെ ഇതിൻ്റെ പരിസര മേഖലകളിലുമൊക്കെ തന്നെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഫയർഫോഴ്സ് അടക്കമുള്ള യൂണിറ്റുകളൊക്കെ തന്നെ എത്തിയിട്ടുണ്ട്. കൂടുതൽ പോലീസും ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ഇത് ചാലക്കുടി പുഴയാണ്. ഈ പുഴ ഈ യുവതിയുടെ വീട്ടിൽ നിന്ന് അധികം അകലെയല്ല ഈ പറയുന്ന മൂഴിക്കുളം പാലം. ഈ പാലത്തിനടുത്തേക്ക് യുവതി വന്നതായുള്ള ചില CCTV ദൃശ്യങ്ങളും പോലീസിനൊക്കെ തന്നെ ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ പാലത്തിലും പാലത്തിൻ്റെ സമീപ മേഖലകളിലുമൊക്കെ തന്നെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 7 മണി കഴിയുമ്പോഴാണ് ഈ യുവതി ഈ നേരത്തെ കണ്ട ഓട്ടോറിക്ഷയിൽ ചേട്ടൻ്റെ ഓട്ടോറിക്ഷയിൽ കയറി ഈ വീട്ടിലേക്ക് എത്തുന്നത്. ഒറ്റക്കാണ് യുവതി ഉണ്ടായിരുന്നത് എന്നാണ് ഈ ചേട്ടൻ പറയുന്നത്. അതായത് ഈ തൊട്ടടുത്തുള്ള മേഖലയിൽ നിന്ന് ഓട്ടോയിൽ കയറുന്നു, അതിനുശേഷം വീടിനടുത്തേക്ക് ഇറങ്ങുന്നു. അപ്പോൾ ഈ യുവതിക്കൊപ്പം കുഞ്ഞ് ഉണ്ടായിരുന്നില്ല. അതായത് അതിന് മുൻപ് ഏതാണ്ട് 6 മണി സമയത്തായിരിക്കാം, 6 മണി 6:30 സമയത്തായിരിക്കാം ഈ മേഖലയിലേക്ക് വന്നിട്ടുണ്ടാവുക എന്നാണ് മനസ്സിലാക്കുന്നത്. ചേട്ടാ, ഇതിപ്പം ഏത് പുഴയാ? ചാലക്കുടി പുഴ, മൂഴിക്കുളം ചാലക്കുടി പുഴ, മൂഴിക്കുളം പാലം, മൂഴിക്കുളം ബ്രിഡ്ജാണത്. ഇവിടെ അങ്ങനെ ഈ വൈകുന്നേരങ്ങളൊക്കെ വലിയ തിരക്കുണ്ടാവുന്ന ഒരു സ്ഥലമാണോ? ഇല്ല, ഇത് വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ഇവിടെ സാധാരണ രീതിയിലുള്ള ഒരു യാത്ര പോകണതുള്ള ഒരു തിരക്കില്ല. നല്ല ഒഴുക്കുള്ള പുഴയാണോ ഇത്? ഇല്ല, ഇപ്പോൾ വലിയ ഒഴുക്കൊന്നുമില്ല. അപ്പോൾ മഴ പെയ്ത് കഴിഞ്ഞാൽ മലവെള്ളം വന്നു കഴിഞ്ഞാൽ ഒഴുക്കുണ്ടാവുള്ളൂ. 7 മണിക്ക് ആ കടവിൽ കുളിച്ചിട്ടുണ്ടിരുന്നതാ. അപ്പോഴൊന്നും യാതൊരു വിഷയം ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോഴാണ് കേൾക്കാം, TV കണ്ടപ്പോൾ ഞാൻ വന്നതാ. നിരവധി വാഹനങ്ങളൊക്കെ പോകുന്ന സ്ഥിരം പോണ വഴിയാണ്. അപ്പോൾ ആ റോഡ് പണി നടക്കണ കാരണം സ്ഥിരം ആളുകൾ ഇതിനെ തിരിച്ചു വിടണേ. ഹൈവേയിൽ പണി നടക്കണ കാരണം സ്ത്രീ ഈ കുഞ്ഞുമായി ഇവിടെ വന്നത് ആരെങ്കിലും കാണുകയോ അങ്ങനെ എന്തെങ്കിലും? ആരും കണ്ടിട്ടില്ല, ഒരു അറിവില്ല. അവരുടെ മൊഴി മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. അത്രേ ഉള്ളൂ. ഈ സ്ത്രീയുടെ വീട്ടിൽ നിന്ന് എത്ര ദൂരം ഉണ്ടാവും ഇങ്ങോട്ടേക്ക്? ഏതാണ്ട് അത് കറക്റ്റല്ലേ. കുറുമശ്ശേരി എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് ഒരു 3-4 മീറ്റർ ഉള്ളൂ. നടക്കാവുന്ന ദൂരമേ ഉള്ളൂ. നടക്കാവുന്നതേ ഉള്ളൂ. അവിടെ നിന്ന് ഓട്ടോ പിടിച്ച് വന്നെന്ന് പറഞ്ഞാൽ കുറുമശ്ശേരിയിൽ നിന്ന് മൂഴിക്കുളം വന്നിട്ട് ഇവിടെ നടന്നു വന്നു. എന്നിട്ടാണ് പാലത്തിൻ്റെ താഴേക്ക് ഇട്ടെന്ന് പറയണത് സ്ത്രീ.
ശേഷം തിരിച്ചവിടെ എത്തി അവിടെ നിന്ന് ഓട്ടോ പിടിച്ച് വീട്ടിലേക്ക് പോകും. അങ്ങനെയാണ് കേട്ടാണ്. അത്ര തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതായത് ഇത് ചാലക്കുടി പുഴയാണ്, മുഴിക്കുളം പാലമാണ്. ഈ നിരവധി വാഹനങ്ങൾ എല്ലാ സമയവും പോകുന്ന വളരെ തിരക്കേറിയ ഒരു റൂട്ടാണ് ഇത്. ഈ റൂട്ടിലാണ് ഇത്തരത്തിൽ ആ യുവതി വന്നു എന്നൊരു വിവരമാണ് ഇപ്പോൾ പോലീസിനടക്കം ലഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ ആലുവ DYSP അടക്കം ഇവിടെ എത്തിയിട്ടുണ്ട്. സർ, ഇവിടെ എത്തി എന്നൊരു വിവരം കിട്ടിയിട്ടുണ്ടോ? നോക്കിയിട്ട് പറയാം. CCTV ദൃശ്യങ്ങളൊക്കെ എങ്ങനെയാണ്, എവിടെ എത്തി? ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പുറം ഇപ്പുറം ടീമുകളുണ്ട്, ചെക്ക് ചെയ്യുന്നുണ്ട്. അത്തരത്തിലാണ്. ഇത് ആലുവ DYSP TR രാജേഷാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ഇവിടെ കൂടുതൽ പോലീസ് സംഘം എത്തി ഈ മേഖലയിൽ പരിശോധന നടത്തുന്നുണ്ട്. ഇപ്പോൾ നേരത്തെ ഈ ചെറിയൊരു ചാറ്റൽ മഴയുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ മഴ ഏതാണ്ട് മാറി നിൽക്കുന്നുണ്ട്. ഈ മേഖലയിൽ ഈ പുഴയിലും ഇത്തരത്തിൽ തോണിയിലടക്കം ആളുകൾ ഈ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ മുഴിക്കുളം പാലത്തിനോട് ചേർന്നുള്ള മറ്റു മേഖലകളിലൊക്കെ തന്നെ ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ പോലീസ് സംഘവും നോക്കട്ടെ. പ്ലീസ് ചെക്ക് ചെയ്യട്ടെ. പ്ലീസ്. അല്ല, ഈ കുട്ടിയെ താഴെ കിട്ടുമെന്നാണ് അമ്മ പറയുന്നത്. ഇപ്പോൾ ഈ പാലത്തിനോട് ചേർന്നുള്ള മേഖലകളിലൊക്കെ തന്നെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം വീതിയേറിയ പാലമാണ്, മുഴിക്കുളം പാലമാണ്. ഇത് ചാലക്കുടി പുഴയോട് ചേർന്നുള്ള മേഖലയാണ്. ഇവിടെ പകൽ സമയങ്ങൾ, അതായത് വൈകുന്നേരങ്ങളിലൊക്കെ തന്നെ നിരവധി വാഹനങ്ങൾ പോകുന്ന ഒരു മേഖലയാണ്. പ്രത്യേകിച്ച് കൂടുതൽ യാത്രക്കാരും അതോടൊപ്പം തന്നെ കാൽനട യാത്രക്കാരും ഒക്കെ തന്നെ ഉണ്ടാവുന്നതാണ്. പലരും ഈ പുഴയുടെ തീരങ്ങളിലൊക്കെ തന്നെ കുളിക്കാനും മറ്റുമായി വരാറുമുണ്ട്. അത്തരത്തിൽ മിക്ക സമയത്തും വലിയ തിരക്ക് അനുഭവപ്പെടുന്ന ഒരു മേഖലയാണ്. ഈ അമ്മയുടെ മൊഴിപ്രകാരമാണ് ഇപ്പോൾ പോലീസ് ഈ മേഖലയിൽ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ സൂചനകളൊന്നും തന്നെ പോലീസിന് ലഭിച്ചിട്ടില്ല.